കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത്. സാക്ഷി ഇതാണ്, അജയ് തോമസിൻ്റെ സാക്ഷ്യം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അജയ് തോമസിൻ്റെ സാക്ഷ്യം എന്തുകൊണ്ടാണ് വേറിട്ടൊരു വ്യത്യസ്തമായ സാക്ഷ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ അവസാനം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്ന്, കുറേ കാര്യങ്ങൾ ആ സാക്ഷ്യത്തിലുണ്ട്. അതിന് ഒരെണ്ണം എന്ന് പറയണത്, ഈ വ്യക്തി IELTS തോറ്റുപോകുകയല്ല, പ്രതീക്ഷിക്കണ മാർക്ക് കിട്ടിയില്ല. ഏതാണ്ട് 6.5 അതിന് കിട്ടി. അതൊക്കെ അതിൻ്റെ 7-8 ഉദ്ദേശിച്ചത്. 8 ആണ് സ്കോർ ഉദ്ദേശിച്ചത്. 8, 7, 7.5 സ്കോർ ഉദ്ദേശിച്ചത്. പക്ഷെ അയാൾക്ക് കിട്ടിയത് 6.5 പക്ഷെ അതല്ല, അതിൻ്റെ വല്ല റീവാലുവേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റോ കാര്യത്തോ ഒന്നും പുള്ളി റെഡിയല്ല. പക്ഷേ പുള്ളി അതിന് ആ ഒരു തൻ്റെ റിസൾട്ടിലുണ്ടായിട്ടുള്ള ഈ ഡിപ്രഷൻസ് ഇല്ലേ, ഈ ഡിപ്രഷനെ കൗൺട്രാക്ട് ചെയ്യുന്ന രീതി ഭയങ്കരമാണ്. ഇവിടെ പറയണത് എന്താ, ഇപ്പോൾ എനിക്ക് 6.5 കിട്ടുന്നത്, ഞാൻ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത്, എനിക്ക് നല്ല സ്കോർ ഞാൻ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ എനിക്ക് 6.5 കിട്ടിയത്. പക്ഷേ എനിക്കതിൽ വിഷമമില്ലെന്നല്ല പറയണത്. പുള്ളിക്കാരൻ പറഞ്ഞ വാക്ക് വേറെയുള്ളതാണ്. അതായത് എൻ്റെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെ ആയിപ്പോയെന്ന്. ഞാൻ ഈ വർഷത്തെ ഏറ്റവും വലിയ സാക്ഷിയാണത്. കാര്യം എല്ലാവരും ജോലി കിട്ടി, വീട് കിട്ടി, വിവാഹം കഴിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊരു ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. 10 കൊല്ലമായിട്ട് മക്കളില്ല കൂട്ടുകാരത്തിക്ക്. അവർ തമിഴിയൻസാണ്. പക്ഷേ ഈ വ്യക്തി ഉടമ്പടി എടുത്തപ്പോഴേ അവിടെ ആ കൂട്ടുകാരത്തിന് വയറെ കൊണ്ടുപോയി ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളത് ചെല്ലിയിട്ട് വേണം നിങ്ങളുടെ വയറ്റിൽ തേക്കാനെന്ന് പറഞ്ഞ്, അങ്ങനെ വയറ്റിൽ തേച്ച് 1 മാസത്തിനുള്ളിൽ അവർ പ്രഗ്നൻ്റായി. ആ ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ ഗർഭം ധരിച്ച്. 10 കൊല്ലമാണ് മക്കളില്ല. ആ സാക്ഷി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ ദിവസങ്ങളിൽ കിടക്കുന്നുണ്ടത്, അപ്പീലിട്ടുണ്ട്. പക്ഷെ ആ സാക്ഷ്യത്തിൻ്റെ പോക്ക് എന്താണ്, അവരോട് ഉടമ്പടി ചെയ്യാൻ വന്നിട്ടില്ല, കൂട്ടുകാരത്തെയാണ് വന്നത്. അവരുടെ കാര്യത്തിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ 1.5 വർഷമായിട്ട് ഇവർ കൃപാസനത്തെക്കുറിച്ച് ഈ തമിഴ് സുഹൃത്തിനോട് പറയുന്നുണ്ട്. കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്, അവർ ഉടമ്പടി എന്നും പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, അതിലൂടെയാണ് ആൾക്കാരെല്ലാം സഹായിക്കുന്നത്, അമ്മയെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു തരിക. പക്ഷേ എങ്കിലും ഇവർ ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് അവരൊന്ന് തൊട്ട് എടുത്തപ്പോൾ ഈ ഉടമ്പടി അവൾക്ക് കൊടുക്കണം, അവിടെ വയറെ കൊണ്ടുപോയി ഉടമ്പടി തൈലം ഒന്ന് തേക്കണം. അത് വിശ്വാസപ്രമാണം ചൊല്ലി. ഇപ്പോഴത്തെ ആൾക്കാരുടെയൊക്കെ എക്സിക്യൂഷൻ രീതി ഭയങ്കരമാണ്. അതായത് ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ആൾക്കാർ ചെയ്യണത്, അല്ല കയ്യിൽ നിന്നിട്ടൊന്നും ചെയ്തില്ല. വിശ്വാസപ്രമാണം ചൊല്ലി വേണം അവിടെ വയറയിൽ അവർ പുരട്ടാൻ. ഇവർ പുരട്ടി കൊടുത്തൊന്നുമല്ല, അവർക്ക് ഉടമ്പടി തൈലം മാത്രമേ കൊടുത്തുള്ളൂ. എന്നിട്ട് ആ വ്യക്തി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അവിടെ അടിവയറ്റിൽ ഒരു കുരിശിട്ടപ്പോൾ എന്താ പറ്റി, ഉദരം കർത്താവിൻ്റെതായി മാറി. ഉദരം കർത്താവിൻ്റെതായി മാറി. എന്താണ്, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയില്ലേ. ആ വയറിൽ കുഞ്ഞുണ്ടാകുമോ കുഞ്ഞുണ്ടാകത്തില്ലയോ, സിസ്റ്റാണോ, അണ്ടം വർത്തിക്കുന്നോ, അണ്ടം വളരുന്നുണ്ടോ വളരുന്നില്ലേ, അതിന് അണ്ടത്തിന് ഓട്ടമുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കോഡ് കറക്റ്റാണോ ബ്ലോക്കാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രശ്നം. എന്താണ്, അതൊന്നുമല്ല കർത്താവ്. നിൻ്റെ ഗർഭാശയത്തിലെ സിസ്റ്റല്ല നിൻ്റെ ചിന്തയിൽ ചിലപ്പോഴും കർത്താവായിട്ടിരിക്കണം, അതായിരിക്കും. പക്ഷേ യേശുവാണ് കർത്താവ്. യേശു കർത്താവ് എന്ന് പറയുമ്പോൾ ആരാണത്, മരണത്തെ ജയിച്ചവനാണ്. ഒരു മനുഷ്യൻ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ വിഷയം മരണമാണല്ലോ. രോഗമായാലും ക്ഷീണമായാലും കടമായാലും അൾട്ടിമേറ്റ് വാട്ട് ഹാപ്പൻ ടു ഡെത്ത്, അല്ലേ? ആ ഡെത്തിനെ പോലും, ആ മരണത്തെ അതിജീവിച്ചതാണ് യേശു.
യേശു കർത്താവ് എന്ന് പറയുമ്പോൾ മരണത്തിൻ്റെ അതിനാഥൻ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം മരിച്ചു കിടക്കണ, ചത്ത് കിടക്കണ ഗർഭപാത്രം ഉടനെ ചാടി എഴുന്നേക്കാണ്, ജീവൻ വെക്കണത്. ആ ജീവൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് 3 കുഞ്ഞുങ്ങളെ ദൈവം ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇത് ബൈബിൾ ടൈംസിനേക്കാൾ ഭയങ്കരമാണ് സംഭവം. ബൈബിൾ ടൈംസിനെ പോലെ ഇത്തരം ഒരു സാക്ഷ്യം ബൈബിളിലില്ല. ഉണ്ടോ? 10 കൊല്ലം മക്കളായിട്ടില്ല എന്നിട്ട് ഗർഭപാത്രത്തിൽ 3 കുഞ്ഞുങ്ങളെ കിട്ടിയ സാക്ഷ്യം ബൈബിളില്ലല്ലോ. അത് ഈശോ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇതിനൊക്കെ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഈശോ പറഞ്ഞത്. അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഓർക്ക് ദൈവത്തിലെ അതെല്ലാം ഈശോയുടെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഈ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതാണ് യാക്കോബ് 2:5 ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ്. റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. അതാണല്ലേ ദൈവം പറയണത്. ഓരോ അനുഗ്രഹത്തിലൂടെ, ഓരോ അടയാളത്തിലൂടെ പറയുന്നത് എന്താണ്? എൻ്റെ പുത്രനെ സ്വീകരിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക. വെരി സിമ്പിൾ. എൻ്റെ പുത്രനെ സ്വീകരിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക. ചെറിയ അടയാളം മുതൽ വലിയ അടയാളം വരെ ആകുമ്പോൾ ശാശ്വതമായ ഭാവി ആയില്ലേ? ഐസയ 29:11 ശാശ്വതമായ ഭാവി എന്ന് പറയുന്നത് എന്താണ്? നിത്യമായ ജീവിതം കർത്താവിൻ്റെ കൂടെയല്ലേ? ആ നിത്യമായ ജീവിതത്തിൻ്റെ അച്ചാരമായിട്ടാണ് ദ പ്രസൻസ് ഓഫ് ഗോഡ് വർക്ക് ചെയ്യുന്നത്. നീ ഉടമ്പടി ദൈവമായിട്ട് ചെയ്യുമ്പോൾ നിനക്ക് എന്താ കിട്ടുന്നത്? പ്രസൻസ് ഓഫ് ഗോഡ്. കേൾക്കാത്ത പ്രാർത്ഥന, കേൾക്കുന്ന പ്രാർത്ഥനയ്ക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് ആൻഡ് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സ് ബി ഗോഡ്. നമുക്കത് കിട്ടണത് അതാണ്. പക്ഷേ കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് എന്താണ്? നിനക്ക് നിരാശ തോന്നണില്ലെങ്കിലേ. അതാണ് അജയ് പറയണത്. എന്താ അജയ് പറയണത്? എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, പക്ഷെ എനിക്കത് ഫീൽ ചെയ്തില്ല. അതാണ് സംഭവം. കാര്യം മീൻസ് ഹി ഗോട്ട് അനോയിൻറ്റിങ്. ഹീസ് അനോയിൻറ്റഡ്. കാര്യം എന്താണ്? അവൻ പ്രതീക്ഷിച്ച 8 മാർക്ക് സ്കോറ് ആ ബാൻഡ് കിട്ടിയില്ല. കിട്ടിയത് 6.5 പക്ഷേ അയാൾക്ക് 9 മാർക്ക് കിട്ടിയതിൻ്റെ ഫീലിങ്ങിലാണ് പുള്ളിക്ക് അഭിഷേകം കിട്ടിയിരിക്കുന്നത്. ഇതെന്താ കാര്യം? ഇത് പ്രസൻസ് ഓഫ് ഗോഡാണ്. പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ സാന്നിധ്യം. നമുക്കൊരു ഈടറിവ് സംഭവിക്കുകയും നമുക്കത് ഫീൽ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ദ ഗോഡ് ഈസ് വിത്ത് യു. കർത്താവ് നിൻ്റെ കൂടെയാണെന്ന്. എന്താ കാര്യം എന്നറിയാവോ? നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്നൊരു വചനമില്ലേ? ഐസിയ വചനം. അതിന് കാരണം എന്താ? എപ്പോഴും നമ്മൾ ധനകേന്ദ്രങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നതാണ്. നീ സമുദ്രത്തിലൂടെ പോകും, സമുദ്രം നിന്നെ വിഴുങ്ങത്തില്ല. അഗ്നിയിലൂടെ നീ കടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. വാട്ട്സ് ദ റീസൺ? അതിൻ്റെ കാരണം എന്താണെന്ന് പറയുമോ? കാരണം അവിടെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അത് പറയത്തില്ല. അതെന്താ കാരണം? I will come with you. That is the reason, my presence. ഐസയ 43:2 വായിച്ചോളൂ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം എന്താണ്? അഗ്നിയിലൂടെ നടക്കുന്നു, അഗ്നിനെ വിഴുങ്ങുന്നില്ല. നീ സമുദ്രത്തിലൂടെ പോകുന്നു, സമുദ്രം നിന്നെ വിഴുങ്ങുന്നില്ല. വാട്ട്സ് റീസൺ? ഐ ആം വിത്ത് യു. ഞാൻ നിന്റെ കൂടെയുണ്ട്. വായിച്ചോളൂ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. That's the reason. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഉടമ്പടി എടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന 2 ആനുകൂല്യങ്ങളാണ്. ഒന്ന് ഡയറക്റ്റ് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സ്. അതാണ് ഒന്ന്. അത് ജോലിയായി, വീടായി, വിവാഹമായി, സൗഖ്യമായി അങ്ങനെ പോകുന്നു. ചില കാര്യങ്ങൾ കിട്ടാൻ താമസിക്കുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ നീ ഓർക്കരുത് അത് കിട്ടിയിട്ടേ ഇല്ല എന്നല്ല ഓർക്കേണ്ടത്. അതിന് പകരം ഇൻസ്റ്റഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതിന് പകരം നിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നൽകണത്.
ദൈവ സാന്നിധ്യം ഈ ദൈവ സാന്നിധ്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ഞാൻ നിന്നെ ഒരു കാരണവശാലും ഇപ്പം നമ്മൾ ഹെബ്രായർ 13:5 വായിക്കത്തില്ലേ? ഹെബ്രായർ 11:5 വായിച്ചേ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അതായത് ഒന്ന് ഏറ്റു പറഞ്ഞേ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. അതായത് ഒരു വിധത്തിലും ഞാൻ നിന്നെ ഒരു വിധത്തിലോ ഒന്ന് പറഞ്ഞേ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. അങ്ങനെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. പിന്നെ നീ എന്തിനു നിരാശപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചന അതാണ്. കാര്യം ഈ വചനം, ഈ ഹെബ്രായർ 13:5 ശരിക്കും പറഞ്ഞാൽ നിയമാവർത്തനം 31:6 ഈ റെഫറൻസ് വരണത്. അവിടെ നിരാശയെക്കുറിച്ചാണ് പറയണത്. അത് ആ വചനത്തെ നമ്മൾ ഈ നിയമാവർത്തനം 31:6 വചനത്തെ ഹെബ്രായർ 13:5 വഴി കണക്ട് ചെയ്യുമ്പോൾ ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറയാൻ കാര്യം, ഉപേക്ഷിക്കുകയില്ല, പിന്നെ നീ എന്തിനും നിരാശപ്പെടണമെന്നാണ് എൻ്റെ അർത്ഥം. എന്താ കാര്യം? നമ്മൾ നിരാശയ്ക്ക് പകരം ദൈവം എന്താ തരണത്? ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇപ്പം അജയ്ക്ക് ഉണ്ടായിരുന്ന വിഷയം എന്താ? അജയ് വിഷയം വിചാരിച്ചതിൻ്റെ ആ സ്കോർ കിട്ടിയിട്ടില്ല. പക്ഷെ പുള്ളിക്കാരൻ എന്താ പറയണത്? എനിക്കത് ഫീൽ ചെയ്തില്ല. എന്താ കാര്യം? എൻ്റെ ഹൃദയം ഇപ്പം മാതാവിൻ്റെ ഹൃദയം പോലെയായെന്ന്. മാതാവിനെക്കുറിച്ച് എത്ര നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു സാക്ഷ്യമാണത്. എൻ്റെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെയായി. ഉടമ്പടി എന്നിട്ട് അജയ് പറയുന്ന കാര്യം, ഉടമ്പടി എടുക്കുന്നതോടെ എല്ലാവരുടെയും ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെയാകും. ഉടമ്പടി എടുക്കുന്ന എല്ലാവരുടെയും ഹൃദയം. എന്നിട്ട് പിന്നെ ഇതേ മനുഷ്യൻ പറയണത് ഉടമ്പടി ഒരു അഭിഷേകമാണ്. അത് വചനത്തിൽ പറഞ്ഞ പോലെ എന്താ പറയണത്? അത് പാദത്തോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, അത് നമ്മളെ വിഴുങ്ങിക്കളയും, മുക്കിക്കളയും എന്നൊക്കെ. അദ്ദേഹം ആവേശം കൊണ്ട്, എന്നിട്ട് വെറുതെ ആവേശമല്ല അദ്ദേഹം പറയണത്. എനിക്ക് പണ്ട് ബൈബിൾ വായിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു വായിക്കാൻ. ഇപ്പോഴാണെങ്കിൽ ഈ ബൈബിളിൽ നിന്ന് കണ്ണ് മാറ്റാൻ തോന്നുന്നില്ല. എന്താണ്? അനോയിൻറ്റിങ് ആണ്, അഭിഷേകമാണത്. ചെറുപ്പക്കാർക്കൊക്കെ ഇത്ര കാലത്ത് തന്നെ അഭിഷേകം കിട്ടുമ്പോഴേ അത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ 10-32 വയസ്സുള്ള പാർട്ടിക്ക് അതൊക്കെ അവർ അഭിഷേകത്തോടെ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുമ്പോഴേ നമുക്ക് എന്തൊരു പ്രത്യാശയാണ് ജീവിതത്തിലുള്ളത്. അതായത് ഈ ഓരോ വിഷയത്തിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസാണ്. ഉടമ്പടി എടുക്കുമ്പോഴേ നമ്മുടെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെയാകുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, അയ്യോ ഇതാണ് ഡെസ്റ്റിനേഷനെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കറിയാമായിരുന്നു ഉടമ്പടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണെന്ന് എനിക്കറിയാമായിരുന്നു. അതായത് അത് നിത്യതയെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും നമ്മളെ ഉടമ്പടിയുടെ ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം ഒരു ബിലോ 50% താഴെയുള്ള സാക്ഷ്യങ്ങളാണ്. കാര്യം എന്താ? നിനക്ക് ഇപ്പോൾ 10 വർഷമായിട്ട് മക്കളില്ല, മക്കളെ കിട്ടി. 50 വർഷമായിട്ട് ജീവിത പങ്കാളെ കിട്ടില്ല, 50ാമത്തെ വർഷം കല്യാണം കഴിച്ചു എന്നൊക്കെ പറയണത് ശരിക്കും ബൈബിളിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു മൈനർ സാക്ഷ്യങ്ങളാണ്. എന്താ കാര്യം? ബൈബിൾ നോക്കുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. ഏത് ലെവൽ വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അനുഭവിച്ചോ, ഏത് ലെവൽ വരെ രോഗത്തെയോ പരാജയത്തെയോ മാതാവിൻ്റെ ഹൃദയത്തോടെ നീ അതിനെ ജയിച്ചു. ദൈവം ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞു, വേറൊരു സമയത്ത് അതിന് ഘടകവിരുദ്ധമായിട്ട് വേറൊരു കാര്യം പറയുമോ? ഒരിക്കലുമില്ല. ഇപ്പം എന്താ പറഞ്ഞതൊക്കെ? ഐസയ 43:2 എന്താ പറഞ്ഞത്? നീ അഗ്നിയിലൂടെ നടക്കും, പിന്നെന്താണ്? നീ പൊള്ളലേൽക്കുകയില്ല. കാരണം എന്താണ്? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ആ വചനം വായിച്ചേ.
സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അടുത്ത വായിച്ച നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. കാരണം എന്താണ്? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അഗ്നിയിലൂടെ പോവുകയാണെങ്കിൽ ശരി, കർത്താവ് കൂടെ ഉണ്ടാവും. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ക്യാൻസറാണ്, 4ാം സ്റ്റേജാണെന്ന് പറഞ്ഞിട്ട് കർത്താവ് കൂടെ ഇല്ലെന്ന് പറയരുത്. ജപ്തി നടപടി വരാൻ പോകുന്നു, വീടിൻ്റെ വാതിൽക്കൽ കൊണ്ട് ഒട്ടിച്ച് വന്നും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല, അഗ്നിയിലൂടെ പോവുകയാണ്, കർത്താവ് കൂടെ ഇല്ലെന്ന് പറയരുത്. കാര്യം കർത്താവ് ഇല്ലാത്തതല്ല പ്രശ്നം. കാര്യം അതൊരു നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. നീ അഗ്നിയിലൂടെ പോകും, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അതായത് ഞാൻ എപ്പോഴും ഓർക്കുകയെ, ഇവിടെ കർത്താവ് അഗ്നിയിലൂടെ, ഇപ്പം ഞാൻ തന്നെ കുറേ അഗ്നിയിലൂടെ പോയിട്ടുള്ള ആളാണ്. ആ സമയത്തൊക്കെ കർത്താവിൻ്റെ കൂടെയുണ്ട്. എനിക്കത് വചനത്തിലൂടെയായാലും പ്രാർത്ഥനയിലൂടെ ആയാലൊക്കെ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോൾ കർത്താവിന് അതിനെ തരണം ചെയ്യാൻ വേണ്ടി കർത്താവ് നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. 1 രാജാക്കന്മാർ 19. അതായത് അഗ്നി ഉണ്ടായിരുന്ന സമയം അഗ്നിയിൽ കർത്താവ് ഇല്ലാഞ്ഞെന്നും പറഞ്ഞൊരു വചനമുണ്ട്. ഇത് തമ്മിൽ യോജിക്കണില്ല. 1 രാജാക്കന്മാർ 19:12. അത് വായിച്ചേ, എന്താ വായിച്ച? ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാലേ, അഗ്നിയിൽ കർത്താവില്ലെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അഗ്നിയിൽ കർത്താവ് ഉണ്ടെന്നല്ലോ. അഗ്നിയിൽ കർത്താവുണ്ട്. ഈ മനുഷ്യനെ ആ സമയത്ത് ഫീൽ ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ഇത് കാര്യം അഗ്നിയിൽ കർത്താവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളെല്ലാം നിൻ്റെ ചില സമയത്തുള്ള സകല സമയത്ത് കർത്താവ് കൂടെ ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ദിസ് ഇസ് റോങ്. ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസാണത്. ഇത് പ്രോമിസും നടക്കണ കാര്യം നമ്മൾ പ്രോമിസാണ് വിലയിരുത്തേണ്ടത്. പ്രോമിസ് എന്താണ്? ഐസയ 43:2 പ്രോമിസ്. എന്താണ്? വാഗ്ദാനം. എന്താണ്? നീ അഗ്നിയിലൂടെ നടക്കും, പിന്നെ എന്താണ്? അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. അത് പ്രോമിസ്. ആ പ്രോമിസ് ദൈവം ഒരിക്കലും ബാൻ ചെയ്യത്തില്ല. പിന്നെ ഐസയാക്ക് ഏലിയാക്ക് എന്താ സംഭവിച്ചത്? ആ മനുഷ്യനത് ഫീൽ ചെയ്തില്ല. അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ 1 രാജാക്കന്മാർ 19:12 അഗ്നി, ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. അഗ്നിയിൽ കർത്താവില്ല. ദാറ്റ് ഇസ് നോൺസെൻസ്. അഗ്നിയിൽ കർത്താവില്ല. അഗ്നിയിലെ കർത്താവ് ഉണ്ടാകത്തുള്ളൂ. നമ്മളതറിയണമെങ്കിലേ നമ്മളുടെ ദാനിയേലിൻ്റെ പുസ്തകം 3:25 ദാനിയേൽ 3:25 എന്താ പറയണത്? അതായത് അബ്നഗോ, ഷദ്രാക്ക്, മെസ്സാക്ക്, ഈ നബൂഖദ്നേസർ, ഈ ആൾക്കാരെ എല്ലാം കൊണ്ടുവന്നിട്ട് ഫർണസിനിടത്തില്ലേ. ഈ അബ്നഗോയെയും അതുപോലെ തന്നെ മെഷാക്കിനെ, ഷദ്രാക്കിനെയും ഒക്കെ കൊണ്ടുവന്ന് തീ കൂട്ടി ഫർണസിലിടും, വെന്ത് കരിച്ചു കളയാൻ വേണ്ടി. എന്നിട്ട് ആ സമയത്ത് ഇവർ കരിഞ്ഞ് ചാകേണ്ടതും അലറി നിലവിളിക്കണം കാണാൻ വേണ്ടി നബൂഖദ്നേസർ വരും. അപ്പം നബൂഖദ്നേസർ സേനാനായകനോട് എന്താ ചോദിക്കണത്? സേനാനായകൻ ചോദിക്കണം, നമ്മൾ 3 പേരെ അല്ലേ അഗ്നിയിലോട്ട് എറിഞ്ഞത്? അവിടെ 4 പേരെ കാണുന്നുണ്ടല്ലോ. അയാൾ ദൈവപുത്രനെ പോലെ ഇരിക്കുന്നല്ലോ. വായിച്ചത് ദാനിയേൽ 3:25. എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. നാലാമത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലെ ഇരിക്കുന്നു. അതായത് നീ വിശ്വാസിയാണോ, ഏത് അഗ്നിയായാലും നിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. അതെന്താണ്? അത് ഐസയ 43:2 വാഗ്ദാനമാണ്, പ്രോമിസാണ്. നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറയും. അപ്പം പിന്നെ എന്താ ഏലിയാക്ക് എന്നാ സംഭവിച്ചത്? ഏലിയ അഗ്നിയിൽ കർത്താവിലെന്ന് പറയാൻ എന്താ? He was not in a position to
എക്സ്പീരിയൻസ് ദ അനോയിൻറ്റിങ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. പ്രസൻസ് ഓഫ് ഗോഡ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ദൈവം അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ മനുഷ്യൻ ബാലൻ്റെ പ്രവാചകന്മാരൊക്കെ കൊന്ന് യെസബേൽ ആ മനുഷ്യൻ്റെ ജീവന് വേണ്ടി വേട്ടയാടി ഓടിച്ച് പേടി വെച്ച് വന്ന് ഇവിടെ ഹൊറേബിലെ കർമ്മലിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഹീസ് നോട്ട് ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. അതായത് നമ്മൾ ഒരിക്കൽ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, നമ്മൾ അതിനെക്കുറിച്ച് ആസ്പയർ ചെയ്യണം. അതിനുശേഷം ആ ബഹളം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എടുത്ത് കരിസ്മാറ്റിക്കാർക്കെതിരെ ചില നിഗൂഢ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉദ്ധരിക്കും. എന്താ പറയണത്? ഭൂകമ്പത്തിൽ കർത്താവില്ലായിരുന്നു, പിന്നെ എവിടെയാണ്? ഭൂകമ്പത്തിന് ശേഷം അഗ്നി വന്ന് അഗ്നി കർത്താവില്ല, ബഹളത്തിലൊന്നും കർത്താവില്ല. അതിനുശേഷം മൃദുസ്വരം വന്നു, അവിടെ കർത്താവ് വന്നു. യോഗ എടുക്കുമ്പോൾ കർത്താവ് എന്നായി പറയണേ. എന്ത് പിശാച് എന്ത് സുന്ദരമായിട്ട് രീതിയിൽ എന്ത് സഭയുടെ ഈ പഠനങ്ങളുള്ള ആൾക്കാരെ പോലും വഴുതിരിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. കരിസ്മാറ്റിക്കാർക്കിടെ പാര വെക്കാൻ വേണ്ടി കർത്താവിൻ്റെ വചനം ഉപയോഗിക്കരുത്. കാര്യം അതൊക്കെ ജീവിത അനുഭവങ്ങൾ അവിടെ പറയണത്. ആ ജീവിതത്തിൻ്റെ ഏത് അനുഭവമായാലും അത് തീയെപ്പോലെ പൊള്ളുന്നതായാലും വെള്ളത്തിൽ പോലെ മുക്കുന്നതായാലും നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. പിന്നെ ചില സമയത്ത് ആ സാന്നിധ്യം അനുഭവിക്കാൻ നിനക്ക് അയാൾ ഇപ്പം അതിന് ശേഷം അയാളുടെ ആദ്യത്തെ പരവേശവും ബഹളവും വെകിളിയും കിതപ്പലും ആ മനുഷ്യൻ എന്താ പറയണ ദൈവത്തോട്? ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളെന്ന്. ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ചത്തുപോയി, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ അത്ര ഒരു ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൽ സംഭവിച്ച വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ അന്ധത കൊണ്ടാണ് ദൈവത്തിൻ്റെ ഫീൽ ചെയ്യാത്തത്. അതിനുശേഷം അവിടെ ശാന്തമായപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്തു. അത് കറക്റ്റായിട്ട കാര്യമാണത്. ഏരിയക്ക് സാന്നിധ്യം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അങ്ങക്ക് ആ സമയത്ത് ഫീൽ ചെയ്യില്ല. ജെസബേൽ അയാളെ കൊല്ലാൻ ഓടിച്ചിടുന്നു. നാളെ സൂര്യൻ അസ്തമിക്കണമെങ്കിൽ നിൻ്റെ പെടലി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ സംഘർഷത്തിൽ ചെന്ന് പെട്ടിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഹീസ് നോട്ട് ഫീലിംഗ്. അതായത് നമ്മൾക്കൊരു വിഷമസന്ധി ആയാലും കടമായാലും ജപ്തി ആയാലും ക്യാൻസർ ആയാലും ആ സമയത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ആധ്യാത്മികതയിൽ നമ്മൾ ഉടമ്പടി അത് ലക്ഷ്യം കൈവരിക്കുന്നത്. ഉടമ്പടി ഒരു ലക്ഷ്യമാണ്, ഒരു വാഗ്ദാനമാണ്. ഇപ്പം ഉദാഹരണത്തിന് കർത്താവ് കൂടെ നടന്നിട്ട് ചില അണ്ണന്മാർക്ക് മനസ്സിലായില്ല. അല്ല, എമാവൂസിലെ കർത്താവ് കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് 24:16 ലുക്കാൻ്റെ സുവിശേഷം. ലുക്ക 24:16 ശ്രദ്ധിക്കട്ടെ. തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. അതാണ് സംഭവം. ലേലിയക്ക് സംഭവിച്ചത് അതാണ്. അതായത് കർത്താവുണ്ട്, പക്ഷെ അങ്ങേരുടെ സംഘർഷവും ജെസിബേലിനുള്ള പേടിയും എല്ലാം കൊണ്ടും പുള്ളിക്കാരന് വിശപ്പും എല്ലാ പ്രശ്നങ്ങളും വന്നിട്ട് ഹീസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. കർത്താവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു പൊസിഷനല്ല. പക്ഷെ ഇത് നമുക്ക് ബോധപൂർവ്വം ഇതൊരു ധാരണയുടെ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള സംഘർഷമായ സമയത്തും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രോമിസിൻ്റെ ഭാഗമാണ്. പ്രോമിസ്. നീ ജയിലിലാണെങ്കിൽ പോലും ഓർക്കുക കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്നാണ്. അഗ്നിയിലൂടെ നടന്നാലും അതെല്ലാം ഐസയാ 43:2 പ്രോമിസാണ്, വാഗ്ദാനമാണ്. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അവരെങ്ങനെ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റും? പിന്നെ അഗ്നി ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അഗ്നിയിലുണ്ടെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമല്ലേ? നിൻ്റെ കടത്തിൽ, നിൻ്റെ രോഗത്തിൽ, നിൻ്റെ തള്ളിപ്പറച്ചിൽ, നിൻ്റെ കേസിൽ, നിൻ്റെ പരാജയങ്ങളിൽ, എല്ലാ അഗ്നി അനുഭവങ്ങളിലും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട്. ദാറ്റ്സ് ദ പാർട്ട് ഓഫ് ദി പ്രോമിസ്. അത് നമ്മുടെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണത്.
അപ്പം കർത്താവ് ആ വാക്കിൽ തന്നെ അവസാനം വരെ ഉറച്ചു നിൽക്കും. അവനിൽ, അതാണ് നമ്മുടെ വിശ്വസ്തത കാരണമല്ലേ. ഹെബ്രായർ 10:23. ഹെബ്രായർ 10:23 നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ ആരാണെന്നാ പറഞ്ഞത്? വിശ്വസ്തനാണ്. അതാണ് സംഭവം. അപ്പം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ്? നീ അഗ്നിയിലൂടെ നടക്കും, അത് നിന്നെ പൊള്ളിക്കത്തില്ലെന്ന് പറഞ്ഞത്. അത് വാഗ്ദാനമാണത്. നമ്മൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഐസയ്യാ 43:2 അവൻ ആരാണെന്നാണ് ഹെബ്രായർ 10:23 പറയണത്? അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് എന്താണ്? അവനിലുള്ള പ്രത്യാശ. വായിച്ചോളൂ. വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഈ സമയത്ത്, അതായത് വേദനയുടെ സമയത്ത്, അഗ്നി പൊള്ളുന്ന അനുഭവങ്ങളുള്ള സമയത്ത്, കടങ്ങളുടെ സമയത്ത്, എന്തെങ്കിലും നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം? പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. അല്ലാതെ സന്തോഷ സമയത്ത് പ്രാർത്ഥിക്കുകയും സങ്കടം വരുമ്പോൾ മറികടന്ന് ഉറങ്ങുകയും അല്ലെങ്കിൽ സ്മോൾ അടിക്കുകയും അല്ലെങ്കിൽ പ്രാർത്ഥന നടത്താതിരിക്കുകയും ചെയ്യുന്നില്ല. അതാണ് സ്ഥിരതയുടെ പ്രശ്നമുണ്ട്. ഹെബ്രായർ 10:23 പ്രധാനപ്പെട്ട വചനമാണ്. എന്താ കാര്യം? വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഐസയ്യാ 43:2 അഗ്നിയിലൂടെ നടക്കും, അതിന് പൊള്ളത്തില്ല. അത് വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ ആരാണെന്നാണ് പറയണത്? നമ്മൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹെബ്രായർ 10:23 വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മളെന്താണ് ചെയ്യേണ്ടത്? ദൈവം വിശ്വസ്തനാണ്. അഗ്നിയിലൂടെ നടന്നാലും നമ്മൾ പൊള്ളിക്കാത്ത അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. അവൻ വിശ്വസ്തനാണ്. ദെൻ വാട്ട് വി ഷുഡ് ഡു? നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അവനുള്ള പ്രത്യാശ നമ്മൾ വായിച്ചോളൂ. ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. അപ്പോൾ ഇടയ്ക്ക് അതായത് സ്ഥിരത എന്നുള്ള വാക്കാണ് ഉപയോഗിക്കണത്. പ്രത്യാശ ഏറ്റുപറയണം. സങ്കട സമയത്തായാലും പ്രത്യാശ ഏറ്റുപറയണം. കർത്താവേ, സ്റ്റിൽ ഐ ആം ബിലീവിങ്, സ്റ്റിൽ ഐ ആം ഹോപ്പ്, സ്റ്റിൽ ഐ ട്രസ്റ്റ് ഇൻ യു. അതായത് ഏത് ഇങ്ങനെ പറയുമ്പോൾ, അതായത് നമ്മൾക്കൊരു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു മരുന്ന് പിടിച്ചില്ല, ഇപ്പോൾ ഓപ്പറേഷൻ തന്നെ നടത്തി കഴിഞ്ഞപ്പോഴും പിന്നീടും ആ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളതെന്ന് പറയുമ്പോൾ, അതറിയുമ്പോൾ നമുക്ക് പേടി വരും. അപ്പം നമ്മൾ അതിലൂടെ പോവുകയാണ്. പക്ഷേ വി ബിലീവ് ഇൻ ദ പ്രാമിസ്. വൈദ്യശാസ്ത്രത്തിൽ നടന്ന സംഭവത്തിലെല്ലാം വിശ്വസിക്കുന്നത്. കാര്യം അതിൻ്റെ അപ്പുറത്തൊരു ശാസ്ത്രമാണ്. എന്താ കാര്യം? അത് കർത്താവിൻ്റെ വചനത്തിലാണ്. കർത്താവ്, നീ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഗ്നിയിലൂടെ പോയാലും നിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ പൊള്ളലേൽപ്പിക്കാൻ കൊണ്ടുപോകുന്നു. ഐ ട്രസ്റ്റ് ഇൻ യുവർ ഹോപ്പ്. അതായത് ഞാൻ നിന്നോട് വിശ്വസ്തയോടെ. അതാണ് ഹെബ്രായർ 10:23 തമ്മിലൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ്. അത് ഇങ്ങനെ പറയുമ്പോൾ സ്റ്റിൽ ഐ ഹോപ്പ് ഇൻ യു, സ്റ്റിൽ ഐ ട്രസ്റ്റ് ഇൻ യു എന്നൊക്കെ പറയത്തില്ലേ? എന്തെങ്കിലും ഒരു തകർച്ചയുടെ സമയത്ത് നിന്നുകൊണ്ട് നമ്മൾ കൈ ഉയർത്തിപ്പെടണം. കർത്താവ്, ഇപ്പോഴും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഇപ്പോഴും ഞാൻ നിന്നെ പ്രത്യാശിക്കുന്നു, ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അറിയാതെ കണ്ണ് തുറന്നു പോകും. കാര്യം കർത്താവ് കണ്ണ് തുറക്കണതാണത്. കുറേ ആൾക്കാരുടെ കണ്ണ് അടച്ചു വെച്ചായിരുന്നില്ല. കൂടെ എമ്മാവൂസ് ശിഷ്യന്മാരുടെ കണ്ണേ കൂടെ കൂടിയിട്ടും കണ്ണടച്ചോണ്ടിരുന്ന പാർട്ടിയുണ്ട്. ഏരിയയൊക്കെ സംഭവിച്ചതാണ്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണ് തുറക്കണ്ടെങ്കിൽ കണ്ണ് തുറന്ന് കിട്ടണ്ടേ? അവന്മാർ നാട് വിട്ടു പോവുകയാണേ. ഏലിയാടെ പോലെ വേറൊരു പാർട്ടിയാണ് എമ്മാവൂസ് ശിഷ്യന്മാർ. ജെസേബിൻ്റെ കണ്ണ് വെട്ടിച്ച് ജെസേബിൻ്റെ ഭീഷണിക്ക് വകപ്പ് ഉണ്ട്. ജെസേബേലിനെ ഏലിയാനെ കൊന്നു കളയുമെന്ന് പറഞ്ഞപ്പോൾ ജെസേബിൻ്റെ വായ്ത്തലയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ആളാണ് ഏലിയ. അതുതന്നെയാണ് കർത്താവിനെ കൊന്നവരെ ഞങ്ങളെയും കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് ഓടി രക്ഷപ്പെട്ട ആളാണ് എമ്മാവൂസ് ശിഷ്യന്മാർ. രണ്ടെണ്ണന്മാരുടെയും കണ്ണ് ആ സമയത്ത് അടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അഗ്നിയിൽ കർത്താവില്ലെന്ന് പറയണത്. അതുതന്നെയല്ലേ എമ്മാവൂസ് ശിഷ്യന്മാർ പറയണത്. കർത്താവ് തിരിച്ചറിഞ്ഞില്ല, പിന്നെ എന്ത് ചെയ്ത്, പിന്നെ എന്നാ ചെയ്തിരിക്കണത്? 24:31 വായിച്ചോളൂ.
അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ കർത്താവ് ആശീർവദിച്ചു, മുറിച്ചു. അപ്പം സംഭവിച്ചു, അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കും. അവർ അവനെ തിരിച്ചറിഞ്ഞു. അതായത് ഇതൊരു കണ്ണ് തുറക്കുന്നൊരു പരിപാടിയാണ്. കർത്താവ് കൂടെ ഇല്ലാഞ്ഞിട്ടല്ല, ആന്തരിക നേത്രങ്ങൾ അടഞ്ഞു കിടന്നിട്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രസൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാത്തത്. എനിക്ക് അജയുടെ സാക്ഷ്യം ഞാൻ ശരിക്കും വിലമതിക്കുന്നതിൻ്റെ കാരണം അവരിത് പറഞ്ഞതുകൊണ്ടാണ്. അതായത് എനിക്കിങ്ങനെ പരാജയപ്പെട്ട് പോയിട്ടും ഞാനത് എനിക്ക് ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് എൻ്റെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ഉടമ്പടി ഇടിക്കുന്നവരുടെ ഹൃദയം എല്ലാം മാതാവിൻ്റെ ഹൃദയം പോലെ ആകുമെന്നാണ് മനുഷ്യൻ അവസാനം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ അവസാനം എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി നമ്മളെ അരയോളം വെള്ളത്തിൽ അതുപോലെ തലക്ക് മുകളിലൂടെ മുങ്ങിക്കളഞ്ഞിട്ട് നിത്യത വരെ നമ്മൾ എത്തിക്കുന്ന പ്രാർത്ഥന ഉടമ്പടി എന്നൊക്കെയാണ് പറഞ്ഞത്. ഭയങ്കര സാക്ഷ്യമായിപ്പോയത്. അത് വായിക്കും തോറും നമുക്ക് ശരിക്കും അഭിഷേകം നിറയും. കാര്യം ചെറുപ്പക്കാരല്ല എന്ന് പറയണത്, അത് വലിയ കരസ്മാറ്റിക് പള്ളിയൊന്നും അല്ലത്. ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിച്ച ജീസസ് യൂത്ത് പോലെ പ്രവർത്തിച്ചിട്ട് അങ്ങനെ വന്ന ആളല്ല. ഒരു പഠനമില്ലാതെ ഒരു ഉടമ്പടിയുടെ സ്പിരിച്വാലിറ്റി മാത്രം, ഉടമ്പടി സ്പിരിച്വാലിറ്റിയിൽ മാത്രം വിശ്വസിച്ച് ആ മനുഷ്യൻ ആധ്യാത്മിക സഞ്ചാരം നടത്തിയതാണ്. കാര്യം ആ മനുഷ്യൻ പറയുന്നുണ്ട്, അജയ് പറയുന്നുണ്ട്, കർത്താവേ എനിക്ക് ജോലിയില്ല കേട്ടോ കർത്താവേ എന്ന് പറയും. എനിക്ക് ജോലിയില്ല കേട്ടോ കർത്താവേ, എനിക്ക് ജോലി വേണം എന്ന് പറയും. എന്നിട്ട് ജോലി വേണമെന്ന് ഇയാളെ മനുഷ്യൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? അത് ഭയങ്കര രസമാണ്. ഇയാൾ ഇവിടുത്തെ ഒരു സാക്ഷ്യം വായിക്കും. അത് ഉടമ്പടിയാണ്. ഉടമ്പടി ഒരു സാക്ഷി എഴുതിയിട്ടുണ്ട്. എന്താ സാക്ഷി എഴുതിയിരിക്കുന്നത്? നിന്നെ നിന്നെ ഒരു വിഷയത്തിൽ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ആ വിഷയത്തിലൂടെ തന്നെ പിന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതൊരു സഹോദരി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ ദൈവാനുഭവമാണ്. ഞാനത് ക്യാപ്ഷനായിട്ടിട്ടുണ്ട് തമ്പിലേ. നിന്നെ ഒരു വിഷയത്തിൽ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ആ വിഷയത്തിൽ നിന്നെ പിന്നെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പം അജയ് ഒരു ആ സാക്ഷ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? എന്താ കാര്യം? കിണറ്റിലെ വെള്ളം പറ്റിപ്പോയി. അപ്പോൾ 7 പ്രാവശ്യം ഈ മനുഷ്യൻ ജെറിക്കോ പ്രാർത്ഥന നടത്തി. 7ാമത്തെ പ്രാവശ്യം മേഘവിസ്ഫോടനം ഉണ്ടായെന്നാണ്. മേഘവിസ്ഫോടനം. അപ്പോൾ അദ്ദേഹം അതായത് പിന്നെ നിർത്താത്ത മഴ, ഒരിക്കലും കിണറ്റിൽ വെള്ളം പറ്റി പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം എന്നെ ആ വഴിക്കാണല്ലോ അനുഗ്രഹിച്ചത്. കൃപാസനത്തിൻ്റെ ഒക്ടോബർ മാസത്തെ ശുശ്രൂഷയുടെ കൂടെയാണ് പുള്ളി അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ ആഗോള ജെറിക്കോ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ സമയം സംഭവിച്ചതാണ്. അദ്ദേഹം നമ്മളിവിടെ ജെറിക്കോ പ്രാർത്ഥന നടത്തും, അജയ് വീട്ടിൽ ജെറിക്കോ പ്രാർത്ഥന നടത്തും. അങ്ങനെ 400 ജെറിക്കോ പ്രാർത്ഥനയുടെ വീഡിയോ ആണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ആൾക്കാരെ. അതിലൊന്ന് അജയുടെ ആണ്. എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് വീണ്ടും അജയ് എന്ത് ചെയ്ത്, കർത്താവ് ഞാൻ ഏത് രാജ്യത്താണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്റ്റൂൾ എടുത്തിട്ട് നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റൂളിൽ വേൾഡ് മാപ്പ് എടുത്ത് വെക്കും. വേൾഡ് മാപ്പ്, ഭൂഗോളത്തിൻ്റെ പടം എടുത്ത് വെക്കും. എന്നിട്ട് കൃപാസനം മാതാവിനെ ഇതിൻ്റെ ചുറ്റും കൊണ്ട് നടക്കും. ജർമ്മനിയെ സമർപ്പിച്ചുകൊണ്ട് കൃപാസനം മാതാവിനെ കൊണ്ട് അടുത്തിൻ്റെ ചുറ്റും കൊണ്ട് നടന്ന് ജപമാല ചെല്ലും. ജപമാല ചൊല്ലി കഴിയുമ്പോൾ പെട്ടെന്ന് മാതാവ്, അതായത് ഓഫർ ലെറ്റർ 5.5 മാസം കൊണ്ട് കിട്ടുന്ന ഓഫർ ലെറ്റർ 13 ദിവസം കൊണ്ട് മാതാവ് കൊടുക്കും. 13 ദിവസം കൊണ്ട്. അതായത് ഇങ്ങനെ അത് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മാർഗങ്ങളാണത്. എന്ന് വെച്ചാൽ ഹൃദയശുദ്ധിയുള്ളവരെ ദൈവത്തെ ദർശിക്കുമെന്ന് പറയുന്നില്ലേ, അത് അഭിഷേകത്തിൻ്റെ ഒരു വഴി. ഇപ്പം നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറയുമ്പോൾ എല്ലാ വഴികളും, നമ്മൾ നടക്കേണ്ട വഴികൾ, നമ്മൾ എന്ത് ചെയ്യണം, എവിടെ പോകണം, എവിടെ താമസിക്കണം, എന്ത് ഭക്ഷിക്കണം, എല്ലാം കർത്താവിന് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ നിസ്സാര കാര്യങ്ങൾ പോലും കർത്താവിൽ വിശ്വാസത്തോടെ സ്നേഹത്തോടെ അർപ്പിച്ച് അതുപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ അനുഭവങ്ങൾ കിട്ടും. അതിൻ്റെ ഭാഗമായിട്ടാണ് അജയ്ക്ക് അഭിഷേകം കിട്ടിയിരിക്കുന്നത്. അതായത് അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ ഒരു പരാജയം ഉണ്ടായപ്പോലും നമുക്ക് ആ പരാജയം
മരത്തിന് പൊള്ളൽ നമ്മൾ അനുഭവിക്കാതെ പകരം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള സാധ്യത ഉടമ്പടിയിൽ കൂടുതലാണ്. ആ ഉടമ്പടിയുടെ റേഞ്ചിൽ ഒരു കാര്യമാണത്. ചില വിചാരിക്കും ആലപ്പുഴ ഒന്ന് അപേക്ഷക്കത്ത് എഴുതിയിടുമ്പോൾ തന്നെ ഏതാണ്ട് റെഡിമെയ്ഡ് പോലെ കുറേ അനുഭവങ്ങൾ കിട്ടുമല്ലോ എന്ന് പറയും. പക്ഷേ അതെല്ലാം സാധാരണ ഒരു ABCD ക്രിസ്ത്യാനി പറയുന്ന കാര്യങ്ങളാണ്. ഉടമ്പടി അതുക്കും എത്രയോ മേലാണ് അതിൻ്റെ വലുത്. നിത്യത വരെ ഉറപ്പുവരുത്തണ അത്രയും കൃത്യമായ ദൈവശാസ്ത്ര ഭദ്രതയുള്ള ദൈവത്തിൻ്റെ ഈ കാലത്തെ ദാനമാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി എടുത്തവർ അതിൽ ജീവിക്കുകയും അതിനെ ശരണമായി അതിൽ വളരുകയും ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്തുതികട്ടെ സ്തുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. ഇവിടെ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. രോഗാതുരായിട്ടുള്ള എല്ലാ വ്യക്തികളും കൃപാസന ഉടമ്പടി ആരാധനയിലെ കോണ്ടിനെൻ്റൽ ബേസായിട്ട് എല്ലാ കാലത്തെയും ഈ ആരാധന ഏത് സമയത്ത് ഏത് രാജ്യത്ത് വെച്ച് കൂടിയാലും കർത്താവ് അവരെ സഹായിക്കുന്നുണ്ട്. കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നുണ്ട്. ഇതൊരു നിത്യവും കൃപാസന ആൾക്കാരെ വന്ന് പറയുന്ന ആൾക്കാരുടെ അനുഭവ സാക്ഷ്യമാണ്. അതുകൊണ്ട് ദയവായി ആ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ജീവനോടെ എഴുന്നള്ളിയിരിക്കുമ്പോൾ നിങ്ങൾ ഈ നിമിഷം സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സൗഖ്യദായകനായ ഡോക്ടറെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ശരീരത്തെ സമർപ്പിച്ചത് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സമയമാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. ശ്വാസകോശ രോഗികളെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത്. കരളിലും ശ്വാസകോശങ്ങളിലുമൊക്കെ കരള് എൻലാർജ് ചെയ്യുന്നവരെ, മഹോദര രോഗികളെ, ശ്വാസം മുട്ടിൻ്റെ അസുഖമുള്ളവരെ, ഹൃദയത്തിൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവര്, അതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെടുന്നവരെ ഒക്കെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന്. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികളും കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസിൻ്റെ അസുഖമുള്ളവരെ, തലവേദന വിട്ടുമാറാത്തവരെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഉദര രോഗികളെ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. പാൻക്രിയാസ് രോഗികൾ നടുവിൽ നെഞ്ചിൻകൂടിൻ്റെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്, താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ, മക്കളില്ലാത്തവരൊക്കെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എവിടെയെല്ലാം രോഗമുണ്ടോ അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും ജീവനോടെ കൃപാസനത്തെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ജീവനോടെ ജ്വലിച്ചു എഴുന്നള്ളി നിൽക്കുന്ന ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ ഈ ലോകത്തുള്ള മുഴുവൻ രോഗങ്ങൾ, ആരെല്ലാം ഈ ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നുണ്ടോ അവിടെ വീട്ടിലുള്ള മുഴുവൻ രോഗങ്ങളെ, നിങ്ങളുടെ രോഗങ്ങൾ മാത്രമല്ല, ആരെല്ലാം രോഗസൗഖ്യത്തിനായി നിങ്ങളോട് യാചിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു അവരെല്ലാം ഓർക്കുക. അടിപ്പിടർ പോലെ വൈദാഖാല പോലെ ദൈവികമായ ശക്തി നിങ്ങളെയൊക്കെ ആവശ്യിക്കുന്ന വലിയ സമയമാണ്. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പം മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, ആരെല്ലാം ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, അസ്ഥികളിൽ, അസ്ഥിക്കുഴകളിൽ, രക്തഞരമ്പുകളിൽ, ശരീരകോശങ്ങളിൽ
ശരീരകോശങ്ങളെല്ലാം കർത്താവ് രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആന്തരിക അവയവങ്ങൾ കർത്താവ് മൾട്ടി ഓർഗൻസിന് പോലും കർത്താവ് രോഗം വന്നിട്ടുള്ളവരെ അങ്ങ് സ്പർശിക്കണ പ്രാർത്ഥിക്കുന്നത്. ഉള്ളംകാൽ ഉച്ചുവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉള്ളംകാൽ ഉച്ചുവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ 36 കൊല്ലം ഞാൻ അർപ്പിച്ച പരിശുദ്ധ കൃപാന്റെ ശക്തികൾ മാർഗരോഗങ്ങളെ തീരെ വ്യാധികൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സുഖമായിടും എൻ്റെ ഉള്ളം വരേണേ സദയം തൊഴേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, ജോലിയില്ലാത്തവരെ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കേണ്ടതാണ്. ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, നഷ്ടപ്പെട്ടവരെ, ജോലി അന്വേഷിക്കുന്നവരെ, ഓരോ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ, എഴുതിക്കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാവരെയും അച്ഛൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈവറ്റ് പാർട്ടിലൊക്കെ രോഗങ്ങളുള്ളവരെ, മാരക രോഗങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ഇടത് കാൽമുട്ടിനെ സ്റ്റൂളേ ഇരിക്കുകയാണ്, അനങ്ങാൻ പാടില്ല. പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഇരിക്കേണ്ടി വരുന്നു, എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീയെ, സഹോദരിയെ കാണിക്കുന്നത് അധികം വയസ്സൊന്നുമില്ല, 10-37 വയസ്സ് പോലും ഇല്ല. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ് ഈ നിമിഷം കർത്താവിൻ്റെ തിരുസന്നിധിയിലെ വലിയ ദൈവകൃപ അമ്മ ജീവനോടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് നടുവല്ലിന് വേദനയുള്ളവർ നടുവല്ല് സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി വേദനക്കാർ അവിടെ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവെ, മക്കൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തെറ്റായ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമില്ലാത്തൊരു കേസിലകപ്പെട്ടവരെ, കേസിലകപ്പെട്ടവരെ, അതിർത്തി തർക്കങ്ങളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പല വൈരാഗ്യങ്ങളും ഭീഷണിയിൽ അകപ്പെട്ടിട്ട് മനസ്സ് സമാധാനം നഷ്ടപ്പെട്ടവർ ഇപ്പോൾ പരിശുദ്ധ മതേമാതാണ് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള പ്രോസസ്സിങ് നടക്കുന്നവർ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് താമസിക്കുന്ന വ്യക്തികളുണ്ട്, അവർ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ സാധാരണ നാട്ടിൽ താമസിക്കുന്നവരെക്കാൾ കൂടുതൽ വേദനയും പരിഭവങ്ങളും പ്രയാസങ്ങളും മക്കളിൽ നിന്നുള്ള ഞെരുക്കങ്ങളും സങ്കടങ്ങളും അവരനുഭവിക്കുന്നുണ്ട്. അവരുടെ എല്ലാം മക്കൾ, ജീവിത പങ്കാളികൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോഴും കർത്താവ് അനേകം മക്കൾ NRI കർത്താവ് ഉടമ്പടി എടുത്തു പോയിട്ടുണ്ട്. അവിടെ കുടുംബനാഥന്മാർ സമർപ്പിക്കുന്നു, മക്കൾ സമർപ്പിക്കുന്നു, അവിടെ ജോലി സമർപ്പിക്കുന്നു, അവിടെ വീടിൻ്റെ ഷിഫ്റ്റിങ്ങിന് സമർപ്പിക്കുന്നു, വീട് വാങ്ങിക്കുന്ന സമർപ്പിക്കുന്നു, വീട് വിൽക്കുന്നതിന് സമർപ്പിക്കുന്നു. കർത്താവ്, അവിടെ പല PR പ്രശ്നങ്ങളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് കർത്താവ് വിവാഹത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളില്ലാത്തവരുടെ വേദനകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളം ദൈവശക്തിയാണ്. നിങ്ങളുടെ ജീവിത ദുരിതങ്ങളെ യേശുവിൻ്റെ നാമം നീങ്ങിപ്പോകട്ടെന്ന് മാതാവിൻ്റെ മധ്യസ്ഥത കൽപ്പിക്കുന്നു. ശ്രുതിക്കട്ടെ. ഞങ്ങളെല്ലാവരെയും ഹൃദയം ഉരുകും നേരം ഇനിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എൻ്റെ സഹോദരങ്ങളെ, പ്രവാസത്തിലെ 30 കൊല്ലത്തെ മധ്യസ്ഥ പ്രാർത്ഥനയോ
കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല പ്രാർത്ഥനയുമാണ് കൃപാസനത്തിൻ്റെ ആസ്തിയും അടിത്തറയും എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിന്നെ കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് ആരാധന മറ്റേ പറഞ്ഞ ദൈവ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ അൾത്താറയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സാക്ഷ്യങ്ങളും ലോകോത്തരമായ പുതിയ പ്രാർത്ഥനകളെല്ലാം ദൈവം വെളിപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധന മുട്ടേ നിന്ന് കൈകൾ കൂപ്പിക്കൊണ്ടാണ് കൂരേണ്ടത്. എന്തുമാത്രം വിശ്വസിക്കുന്നു, എന്തുമാത്രം സമർപ്പിക്കുന്നു, എന്തുമാത്രം ആശ്രയിക്കുന്നുവോ അതിന് ആനുപാതികമായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം. കർത്താവേ, എന്നെ കൂടി സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തെ കൂടി കർത്താവ് നീ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് പലതരത്തിലുള്ള അതായത് കമ്പോളങ്ങൾ നടത്തുന്നവർ, വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, കമ്പനി പൊളിഞ്ഞു പോകുന്നവർ, പൂട്ടിപ്പോകാൻ പോകുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഇപ്പോഴും ആരാധനയും ഞങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാതാവാഭിഷേകം ഏറ്റെടുത്ത് ഈശോ കൊടുക്കുന്ന വലിയ സ്വർഗീയ നിമിഷങ്ങളാണ് എല്ലാ വിഷയങ്ങളും. നിൻ്റെ ആഗ്രഹങ്ങൾ, നിൻ്റെക്ക് ഒരു എറ്റും പിടിയും കിട്ടാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത കുഴങ്ങുന്ന അവസ്ഥയാണെങ്കിൽ ആ കുഴങ്ങുന്ന മാനസിക അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ, എവിടെ തുടങ്ങണം, എങ്ങോട്ട് പോകണം എന്ന് തിരിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ കർത്താവ് എനിക്കൊരു പിടിയും കിട്ടില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അവസ്ഥ വിശുദ്ധീകരിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കണം. ശ്രദ്ധിക്കട്ടെ, 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 സദയം തൊടേടേ സുഖമായിടും എൻ്റെ ഉള്ളം വരേടേ സദയം തൊടേടേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരു മരുന്നും പിടിക്കാത്ത ബോഡി ഉണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. മാതാവ് ആ ബോഡിയെ ഇപ്പം സ്പർശിക്കും. കൃപാസനത്താരെ ജീവനോട് എഴുന്നള്ളി വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് ജീവനും ജീവിതവും കൊടുത്തിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യശക്തി ഇന്ന് നിൻ്റെ കുടുംബത്തെ ഈ ആരാധനയുടെ യെശയ്യൻ്റെ കൂടെ സന്ദർശിക്കുന്നു. കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് അമ്മയും ഒരുമിച്ചുണ്ടായിരുന്ന ആ മഹാത്ഭുതത്തിൻ്റെ വലിയ അനുഭവങ്ങളിലേക്കാണ് നടക്കാൻ വേണ്ടി നിൻ്റെ കുടുംബത്തെ സമർപ്പിക്കുക, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക, ജീവിത പങ്കാളിയെ സമർപ്പിക്കുക. തകരാൻ പോകുന്ന കുടുംബങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, തകർന്ന് കഴിഞ്ഞ കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളെല്ലാം സമർപ്പിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. കർത്താവ്, ഞാൻ കർത്താവ് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോൾ കണ്ണുനീരോട് കൂടി അങ്ങനെ ദൃശ്യനെ പ്രാർത്ഥിച്ചെടുക്കുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവ് ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഇന്നത്തെ ദിവസം അനുസ്മരണി അനുഭവം അഭിഷേകമാകാൻ യേശുവിന്റെ കൃപ നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തൊടേടേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേടേ സദയം തൊടേടേ സുഖമായിടും എൻ്റെ ഉള്ളം. Praise the Lord. Praise the Lord. സമാപന ആശീർവാദം സ്വീകരിക്കാം. ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കൃപാസനത്തിൽ നടന്ന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്
ദിവികാരുടെ നാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശിരസ് നമിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജ്ഞാനം എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷക്കീന ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശോയെ നിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 യേശുവേ ആരാധന ഹല്ലേലൂയ യേശുവേ മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ